നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫൈനൽ ഡിസിഷൻ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് പറ്റുമോ, അതിനുള്ള ടൈം ആയോ എന്നുള്ളതൊക്കെ ഒന്നറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ജനറൽ റീഡിങ് വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു പേജ് ഒന്ന് മറക്കാതെ ഫോളോ ചെയ്തേക്കുക. യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റഗ്രാമിലൊന്ന് ഡി എം ചെയ്താൽ മതി. റീഡിംഗ് എന്നൊന്ന് ഡി എം ചെയ്യുക. അതിപ്പോൾ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണെന്നുണ്ടെങ്കിലും കരിയർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ആവശ്യമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ നിങ്ങൾക്ക് റീഡിംഗ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം കമൻറ്റിൽ ഏഞ്ചൽ നമ്പറായിട്ടുള്ള 333 എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് 2 ഓഫ് സ്വാർഡ്സും സ്ട്രെങ്ത് കാർഡുമാണ്. അപ്പോൾ 2 ഓഫ് സ്വാർഡ്സിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികമായിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ടിനെയൊക്കെ കാണുന്നുണ്ട് ഇവിടെ. അതായത് ഇപ്പോൾ ആ ഒരു പേഴ്സൺ 2 ചിന്തകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. 2 ചിന്തകൾ വരുന്നുണ്ട് ഒരേ സമയം. അതുകൊണ്ട് തന്നെ ഏത് ഡിസിഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന പോലെയുള്ളൊരു എനർജി, അതായത് കണ്ണ് കെട്ടിട്ടുള്ളൊരു അവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ സത്യങ്ങളൊക്കെ മുന്നിലുണ്ടെങ്കിലും അത് കാണാനോ അംഗീകരിക്കാനോ അവർ പല കാര്യങ്ങൾ കൊണ്ടും ഭയപ്പെടുന്നു. റിയാലിറ്റി എന്താണെന്നുള്ളതൊക്കെ അവരുടെ ഒരു ഇൻറ്റ്യൂഷൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അങ്ങനെ അത് അംഗീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനമെടുക്കണമെന്ന കാര്യത്തിൽ അവർക്ക് വലിയൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ആരെയും വേദനിപ്പിക്കാതൊക്കെ ഇരിക്കാനായിട്ട് അവർ മനഃപൂർവ്വം ചിലപ്പം തീരുമാനങ്ങളൊക്കെ നീട്ടിവെക്കുന്നതുമായിരിക്കാം. പിന്നെയെന്ന് പറയുന്നത് സ്ട്രെങ്ത് കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് എന്ന് പറയുന്നത് അവർക്ക് തീരുമാനമെടുക്കാനായിട്ട് പറ്റും, പക്ഷെ അതിന് ഒരു ആന്തരികമായിട്ടുള്ള, അതായത് വലിയൊരു തയ്യാറെടുപ്പ് ഉള്ളിൽ ആവശ്യമാണ്. അപ്പോൾ അവരുടെ ഉള്ളിലെ ആ ഒരു ഭയത്തെ ഒന്ന് പതിയെ മായ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് മെരുക്കിയെടുക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയും കൂടി ഈ ഒരു സ്ട്രെങ്ത് കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ബലം പ്രയോഗിച്ച് അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാനായിട്ട് പറ്റില്ല. അത് അവർക്ക് ഒന്നുകൂടെ പ്രഷറായിരിക്കും. അങ്ങോട്ടേക്ക് നമ്മൾ കൂടുതലായിട്ട് ചെന്നിട്ട് ഒരു ക്ലാരിറ്റി താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് കുറച്ചുകൂടി ഒരു പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രെങ്ത് കാർഡ് പറയുന്ന പോലെ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ധൈര്യം അവർ സ്വയം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ളൊരു ശ്രമത്തിലായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇവരുടെ ഒരു തീരുമാനവും കാര്യങ്ങളും, അപ്പോൾ അവരിപ്പോൾ കടുത്തൊരു ആശയക്കുഴപ്പത്തിലായതുകൊണ്ട് പെട്ടെന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു പതിയെ, അതായത് അവർ തീരുമാനം എടുക്കണമെങ്കിൽ അവരുടെ മനസ്സിലെ ഭയത്തെ അതിജീവിച്ച് ഈ ഒരു സ്ട്രെങ്ത് കാർഡ് പറയുന്ന പോലെ പതിയെ ഒരു ധൈര്യം സംഭരിക്കുന്ന സമയത്ത് ഒരു ഡിസിഷൻ എടുക്കും എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഇവിടെ വന്നിട്ടുള്ളൊരു എനർജി മീൻസ് നിങ്ങൾക്കായിട്ടുള്ള സന്ദേശം പോലെ പറയാനുള്ളത്, ഇപ്പോൾ അവരെ നിർബന്ധിക്കുന്ന ഒരു ഗുണകരമായിട്ടുള്ള അവസ്ഥ ആയിരിക്കില്ല. അവർക്ക് അല്പം സമയം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ സ്വയം കാര്യങ്ങൾ തിരിച്ചറിയുന്ന സമയത്ത് ഒരു കൃത്യമായ ദൃഢമായ ഉറച്ച തീരുമാനം അവരിൽ നിന്ന് ഉണ്ടാവാനുള്ള പോസിബിലിറ്റിയും ഈ ഒരു കാർഡ് എനർജി കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്